ലോകരക്ഷയ്ക്കായി ദൈവകുഞ്ഞാടേ, മഹത്വപൂർണമാ ബലിസമയം. വരിക ദൈവജനമേ, ബലിയേകുവാൻ ബലിയാകുവാൻ സമയമാ. വരിക ദൈവജനമേ, ബലിയേകുവാൻ ബലിയാകുവാൻ സമയമാ. ഇതായിവിടെ ദൈവത്തിൻ കൂടാരം, ഇതായിവിടെ കർത്താവിൻ ബലിപീഠം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. ഈശോയിൽ എത്രയും സ്നേഹവാത്സല്യമുള്ളവരെ, നവംബർ 3-ാം തീയതിയായി ഇന്ന് ആഗോള സഭ വിശുദ്ധ മാർട്ടിൻ ഡി പോറസിൻ്റെ തിരുനാൾ ആഘോഷിക്കുകയാണ്. ഈ തിരുനാളിൻ്റെ ആശംസകൾ നേരുന്നു. ഇക്കൂട്ടത്തിൽ മാർട്ടിൻ എന്ന് പേരുള്ളവരെയും ജന്മദിനം ഓർക്കുന്നവരെയും വിവാഹ വാർഷികം അനുസ്മരിക്കുന്നവരെയും പ്രത്യേകം അഭിനന്ദിക്കുന്നു. ഇന്നത്തെ ഒന്നാമത്തെ വായന ഫിലിപ്പിയർക്കെഴുതിയ ലേഖനം 2-ാം അധ്യായം 5-11 വചനങ്ങളാണ്. യേശുവിൻ്റെ മനോഭാവം കുരിശുമരണത്തോളം അനുസരണമുള്ളതായിരുന്നു. അതിനാൽ ദൈവം അവിടുത്തെ വാഴ്ത്തി. യേശുക്രിസ്തു കർത്താവാണെന്ന് എല്ലാ നാവും ഏറ്റുപറയുന്നതിന് വേണ്ടിയാണ് അപ്രകാരം സംഭവിച്ചത്. സുവിശേഷത്തിലേക്ക് കടന്നു വരുമ്പോൾ ലൂക്ക 14-ാം അധ്യായം 15 തുടങ്ങി 24 വചനങ്ങളിൽ വിരുന്നിൻ്റെ ഉപമയാണ്. വിശ്വാസ ജീവിതത്തെ സ്വർഗീയ വിരുന്നിനോട് ഉപമിച്ചിരിക്കുകയാണ്. സ്വർഗീയ വിരുന്നിനായി വിളിക്കപ്പെട്ടവരാണ്. അപ്രകാരം വിളിക്കപ്പെട്ട മാർട്ടിൻ ഡി പോറസ് നൽകുന്ന സന്ദേശം ദിവ്യകാരുണ്യം ജീവകാരുണ്യമായി തീരണം എന്ന ചെറിയ സന്ദേശം മനസ്സിൽ ഉൾക്കൊണ്ട് മനസ്സാ വാച കർമ്മണ നമ്മുടെ ജീവിതത്തിൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും വന്ന തെറ്റുകളെ ഓർത്ത് അനുതപിച്ചുകൊണ്ട് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം. സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു. എന്തെന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും ഉപേക്ഷയാലും ഞാൻ വളരെയേറെ പാപം ചെയ്തു പോയി. എൻ്റെ പിഴ, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ. ആകയാൽ നിത്യകന്യയായ പരിശുദ്ധ മറിയത്തോടും എല്ലാ മാലാഖമാരോടും വിശുദ്ധരോടും സഹോദരൻ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു, എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ. സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നമ്മെ നിത്യജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, ക്രിസ്തുവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ, കർത്താവേ കനിയണമേ. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, എളിമയുടെ പാതയിലൂടെ വിശുദ്ധ മാർട്ടിൻ ഡി പോറസിനെ സ്വർഗീയ മഹത്വത്തിലേക്ക് അങ്ങ് ആനയിച്ചുവല്ലോ. അദ്ദേഹത്തിൻ്റെ ഉജ്ജ്വലിക്കുന്ന മാതൃക ഇപ്പോൾ ഞങ്ങൾ പിന്തുടരുന്നത് പോലെ സ്വർഗത്തിൽ അദ്ദേഹത്തോടൊപ്പം ഉയർത്തപ്പെടുവാനുള്ള അർഹത ഞങ്ങൾക്ക് നൽകണമേ.
അങ്ങയോടുകൂടെ പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എന്നെന്നും ദൈവമായി ജീവിച്ചു വാഴുന്ന അങ്ങ് ഞങ്ങളുടെ പ്രാർത്ഥന കേട്ടരുളേണമേ. വിശുദ്ധ പൗലോസ് അപ്പോസ്തലൻ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൽ നിന്ന്: സഹോദരരെ, യേശുക്രിസ്തുവിനുണ്ടായിരുന്ന മനോഭാവം നിങ്ങളിലും ഉണ്ടാകട്ടെ. ദൈവത്തിൻ്റെ രൂപത്തിലായിരുന്നെങ്കിലും അവൻ ദൈവവുമായുള്ള സാമാന്യത നിലനിർത്തേണ്ട ഒരു കാര്യമായി പരിഗണിച്ചില്ല. തന്നെ ശൂന്യനാക്കിക്കൊണ്ട് ദാസന്റെ രൂപം സ്വീകരിച്ച് മനുഷ്യരുടെ സാദൃശ്യത്തിൽ ആയിത്തീർന്ന് ആകൃതിയിൽ മനുഷ്യനെ പോലെ കാണപ്പെട്ടു. മരണം വരെ, അതേ കുരിശുമരണം വരെ അനുസരണമുള്ളവനായി തന്നെ താഴ്ത്തി. ആകയാൽ ദൈവം അവനെ ആത്യന്തികം ഉയർത്തി, എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. ഇത് യേശുവിൻ്റെ നാമത്തിനു മുമ്പിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകലരും മുട്ടുകൾ മടക്കുന്നതിനും യേശുക്രിസ്തു കർത്താവാണെന്ന് പിതാവായ ദൈവത്തിൻ്റെ മഹത്വത്തിനായി എല്ലാ നാവുകളും ഏറ്റുപറയുന്നതിനും വേണ്ടിയാണ്. കർത്താവിൻ്റെ വചനം. ദൈവത്തിന് നന്ദി. ദൈവമേ, മഹാസഭയിൽ ഞാൻ അങ്ങയെ പുകഴ്ത്തും. ദൈവമേ, മഹാസഭയിൽ ഞാൻ അങ്ങയെ പുകഴ്ത്തും. അവിടുത്തെ ഭക്തരുടെ മുൻപിൽ ഞാൻ എൻ്റെ നേർച്ചകൾ നിറവേറ്റും. ദരിദ്രർ ഭക്ഷിച്ച് തൃപ്തരാകും. കർത്താവിനെ അന്വേഷിക്കുന്നവർ അവിടുത്തെ പ്രകീർത്തിക്കും. അവർ എന്നും സന്തുഷ്ടരായി ജീവിക്കും. ദൈവമേ, മഹാസഭയിൽ ഞാൻ അങ്ങയെ പുകഴ്ത്തും. ദൈവമേ, മഹാസഭയിൽ ഞാൻ അങ്ങയെ പുകഴ്ത്തും. ഭൂമിയുടെ അതിർത്തികൾ കർത്താവിനെ അനുസ്മരിക്കുകയും അടുത്തേക്ക് തിരിയുകയും ചെയ്യും. എല്ലാ ജനതകളും അവിടുത്തെ സന്നിധിയിൽ ആരാധനയർപ്പിക്കും. എന്തെന്നാൽ രാജ്യത്വം കർത്താവിൻ്റെതാണ്. അവിടുന്ന് എല്ലാ ജനതകളെയും ഭരിക്കുന്നു. ഭൂമിയിലെ അഹങ്കാരികൾ അവിടുത്തെ മുൻപിൽ കുമ്പിടും. ദൈവമേ, മഹാസഭയിൽ ഞാൻ അങ്ങയെ പുകഴ്ത്തും. ദൈവമേ, മഹാസഭയിൽ ഞാൻ അങ്ങയെ പുകഴ്ത്തും. പുരുഷാന്തരങ്ങൾ അവിടുത്തെ സേവിക്കും. അവർ ഭാവി തലമുറയോട് കർത്താവിനെ പറ്റി പറയും. ജനിക്കാനിരിക്കുന്ന തലമുറയോട് കർത്താവാണ് മോചനം നേടിത്തന്നത് എന്ന് അവർ ഉദ്ഘോഷിക്കും. ദൈവമേ, മഹാസഭയിൽ ഞാൻ അങ്ങയെ പുകഴ്ത്തും. ദൈവമേ, മഹാസഭയിൽ ഞാൻ അങ്ങയെ പുകഴ്ത്തും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അരുൾ ചെയ്യുന്നു: അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് നിങ്ങളോടുകൂടെ. അങ്ങേ ആത്മാവോടും കൂടെ. വിശുദ്ധ ലൂക്കാ എഴുതിയ സുവിശേഷത്തിൽ നിന്ന്. കർത്താവേ, അങ്ങേക്ക് മഹത്വം. അക്കാലത്ത് യേശുവിനോട് കൂടെ ഭക്ഷണത്തിലിരിക്കുന്നവരിൽ ഒരുവൻ അവനോട് പറഞ്ഞു: ദൈവരാജ്യത്തിൽ അപ്പം ഭക്ഷിക്കുന്നവൻ ഭാഗ്യവാൻ. അപ്പോൾ യേശു അവനോട് പറഞ്ഞു: ഒരുവൻ ഒരിക്കലൊരു വലിയ സദ്യ ഒരുക്കി വളരെ പേരെ ക്ഷമിക്കുകയും ചെയ്തു. സദ്യയ്ക്ക് സമയമായപ്പോൾ അവൻ ദാസനെ അയച്ച് ക്ഷണിക്കപ്പെട്ടവരെ അറിയിച്ചു: വരുവിനെല്ലാം തയ്യാറായിരിക്കുന്നു. എന്നാൽ അവരെല്ലാവരും ഒന്നുപോലെ ഒഴിവ് കഴിവ് പറയാൻ തുടങ്ങി. ഒന്നാമൻ പറഞ്ഞു: ഞാനൊരു വയൽ വാങ്ങി അത് പോയി കാണേണ്ടിയിരിക്കുന്നു, എന്നെ ഒഴിവാക്കണം എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. മറ്റൊരുവൻ പറഞ്ഞു: ഞാൻ 5 ജോഡി കാളകളെ വാങ്ങി അവയെ പരീക്ഷിച്ച് നോക്കുവാൻ പോകുന്നു, എനിക്ക് ഒഴിവ് തരണം എന്നപേക്ഷിച്ചു. മൂന്നാമതൊരുവൻ പറഞ്ഞു: എൻ്റെ വിവാഹം കഴിഞ്ഞതേയുള്ളൂ, അതിനാൽ എനിക്ക് വരാൻ നിവൃത്തിയില്ല. ആ ദാസൻ തിരിച്ചു വന്ന് യജമാനനെ വിവരം ധരിപ്പിച്ചു.
ഗൃഹനാഥൻ കോപിച്ച് ദാസനോട് പറഞ്ഞു, നീ വേഗം പട്ടണത്തിൻ്റെ തെരുവുകളിലും ഊടുവഴികളിലും ചെന്ന് ദരിദ്രരെയും വികലാംഗരെയും കുരുടരെയും മുടന്തരെയും ഇവിടെ കൂട്ടിക്കൊണ്ടുവരിക. അനന്തരം ആ ദാസൻ പറഞ്ഞു, യജമാനനെ, നീ കൽപ്പിച്ചതുപോലെ ഞാൻ ചെയ്തു, ഇനിയും സ്ഥലമുണ്ട്. യജമാനൻ ദാസനോട് പറഞ്ഞു, നീ പെരുവഴിയിലും ഇടവഴികളിലും ചെന്ന് എൻ്റെ വീട് നിറയുവോളം ആളുകൾ അകത്തേക്ക് വരുവാൻ നിർബന്ധിക്കുക. എന്തെന്നാൽ ക്ഷണിക്കപ്പെട്ടവരിൽ ഒരുവനും എൻ്റെ വിരുന്ന് ആസ്വദിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. കർത്താവിൻ്റെ സുവിശേഷം. ക്രിസ്തുവേ, അങ്ങേക്ക് സ്തുതി. ഈ തിരുവചനങ്ങൾ നമ്മുടെ പാപങ്ങളെ നീക്കം ചെയ്യട്ടെ. ദൈവമേ, ഏകുന്നു ഞാൻ എന്നെ തിരുമുൻപിൽ സാദരം തിരുവരങ്ങൾക്കായി നന്ദിയായേകുന്നു എൻ ജീവിതം കാഴ്ചയായി നാഥാ. ദൈവമേകുന്നു ഞാൻ നിന്നെ തിരുമുൻപിൽ സാദരം താരാം. നിൻ തിരുവരങ്ങൾക്കായി നന്ദിയായേകുന്നു എൻ ജീവിതം കാഴ്ചയായി നാഥാ. വാത്സല്യമുള്ളവരെ, നമ്മുടെ ഈ ബലി സർവശക്തനും പിതാവുമായ ദൈവത്തിന് സ്വീകാര്യമായി തീരുവാൻ വേണ്ടി പ്രാർത്ഥിക്കുവിൻ. കർത്താവ് തന്റെ നാമത്തിന്റെ സ്തുതിക്കും മഹിമയ്ക്കും നമ്മുടെയും അവിടുത്തെ തിരുസഭ മുഴുവന്റെയും നന്മയ്ക്കുമായി അങ്ങേ കരങ്ങളിൽ നിന്ന് ഈ ബലി സ്വീകരിക്കുമാറാകട്ടെ. കാരുണ്യവാനായ ദൈവമേ, വിശുദ്ധ മാർട്ടിൻ ഡി പോറസിൽ പഴയ മനുഷ്യനെ പരിത്യജിച്ച് അങ്ങേ സാദൃശ്യത്തിൽ പുതിയ മനുഷ്യനെ രൂപപ്പെടുത്തുവാൻ അങ്ങ് തിരുവുള്ളമായല്ലോ. അതുപോലെ ഞങ്ങളും നവീകൃതരായി അങ്ങേക്ക് സ്വീകാര്യമായ പാപമോചനത്തിൻ്റെ ഈ ബലി അർപ്പിക്കുവാൻ കാരുണ്യപൂർവ്വം ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഞങ്ങളുടെ കർത്താവായ ക്രിസ്തു വഴി സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവ് നിങ്ങളോട് കൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. ഹൃദയങ്ങൾ ഉയർത്തുവിൻ. കർത്താവിലേക്ക് ഞങ്ങൾ ഉയർത്തിയിരിക്കുന്നു. നമ്മുടെ കർത്താവായ ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കാം. അത് ഉചിതവും ന്യായവുമത്രേ. കർത്താവേ, പരിശുദ്ധനായ പിതാവേ, സർവശക്തനും നിത്യനുമായ ദൈവമേ, എങ്ങും എപ്പോഴും അങ്ങേക്ക് ഞങ്ങൾ കൃതജ്ഞത അർപ്പിക്കുന്നത് യഥാർത്ഥത്തിൽ ഉചിതവും ന്യായവും യോഗ്യവും രക്ഷാകരവുമാണല്ലോ. എന്തെന്നാൽ സ്വർഗരാജ്യത്തെ പ്രതി തങ്ങളെ തന്നെ ക്രിസ്തുവിന് സമർപ്പിച്ച വിശുദ്ധരിൽ അങ്ങേ വിസ്മയനീയമായ പരിപാലനം ആഘോഷിക്കുന്നത് സമുചിതമാണ്. അങ്ങനെ മനുഷ്യപ്രകൃതിയെ ആദ്യ ഉത്ഭവത്തിൻ്റെ വിശുദ്ധിയിലേക്ക് തിരികെ വിളിക്കുകയും നവയുഗത്തിൽ പ്രാപിക്കുകയും അനുഭവിക്കുകയും ചെയ്യേണ്ട ദാനങ്ങളിലേക്ക് അങ്ങ് അനയിക്കുകയും ചെയ്യുന്നു. ആകയാൽ വിശുദ്ധരോടും സകല മാലാഖമാരോടും ചേർന്ന് അങ്ങയെ സ്തുതിച്ചുകൊണ്ട് അവിരാമം ആലപിക്കുന്നു. പരിശുദ്ധൻ 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 സൈന്യങ്ങളുടെ കർത്താവാം ദൈവം പരിശുദ്ധൻ ദൈവം പരിശുദ്ധൻ.
മഹിമകളാൽ നിറഞ്ഞു മഹിയും വിണ്ഡലവും. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. കർത്താവിൻ തിരുനാമത്തിൽ വരുവോനേറ്റം ധന്യനുമാം. ഹോസാന ഹോസാന അത്യുന്നതങ്ങളിൽ ഹോസാന. വിശുദ്ധ കുർബാനയിലെ സ്തോത്രയാഗ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. കൂദാശ വചനങ്ങളിലൂടെ നിത്യവിരുന്നനായി സുവിശേഷത്തിലൂടെ ക്ഷണിച്ച ഈശോയെ നമ്മളെയും ക്ഷണിക്കുന്നു. കൂപ്പിയ കരങ്ങളോടെ ഈ പ്രാർത്ഥനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. കർത്താവേ, സർവവിശുദ്ധിയുടെയും ഉറവിടമായ അങ്ങ് സത്യമായും പരിശുദ്ധനാകുന്നു. ആകയാൽ അങ്ങേ ആത്മാവാൽ മഞ്ഞുകണം പോലെ ഈ കാണിക്കകൾ പവിത്രമാക്കണമേ. അങ്ങനെ ഞങ്ങൾക്കായിവ ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി തീരുമാറാകട്ടെ. അവിടുന്ന് ഒറ്റിക്കൊടുക്കപ്പെട്ട് സമനസാലെ പീഡകൾ സഹിച്ചപ്പോൾ അപ്പമെടുത്ത് കൃതജ്ഞത പ്രകാശിപ്പിച്ച് മുറിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ടരുൾ ചെയ്തു. എല്ലാവരും ഇതിൽ നിന്ന് വാങ്ങി ഭക്ഷിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്കു വേണ്ടി അർപ്പിക്കുവാനിരിക്കുന്ന എൻ്റെ ശരീരമാകുന്നു. അപ്രകാരം അത്താഴം കഴിഞ്ഞ് പാനപാത്രമെടുത്ത് വീണ്ടും അങ്ങേക്ക് കൃതജ്ഞത പ്രകാശിപ്പിച്ച് തൻ്റെ ശിഷ്യന്മാർക്ക് കൊടുത്തുകൊണ്ട് അരുൾ ചെയ്തു. എല്ലാവരും വാങ്ങി ഇതിൽ നിന്ന് കുടിക്കുവിൻ. എന്തെന്നാലിത് നിങ്ങൾക്കു വേണ്ടിയും അനേകർക്കു വേണ്ടിയും പാപമോചനത്തിനായി ചിന്തപ്പെടാനിരിക്കുന്ന എൻ്റെ രക്തത്തിൻ്റെ നവീനവും സനാതനവുമായ ഉടമ്പടിയുടെ പാനപാത്രമാകുന്നു. ഇതു നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ചെയ്യുവിൻ. വിശ്വാസത്തിൻ്റെ രഹസ്യം. കർത്താവേ, അങ്ങ് വീണ്ടും വരുന്നതുവരെ അങ്ങേ മരണം ഞങ്ങൾ പ്രഖ്യാപിക്കുന്നു. അങ്ങേ ഉയിർപ്പ് ഞങ്ങൾ ഏറ്റുപറയുന്നു. കൂപ്പിയ കരങ്ങളോടെ നയനങ്ങൾ അടച്ച് സഭയുടെ ഔദ്യോഗികമായ മധ്യസ്ഥ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുകയാണ്. ആകയാൽ കർത്താവെ, അവിടുത്തെ മരണവും ഉയിർപ്പും ഓർത്തുകൊണ്ട് അങ്ങേ തിരുമുൻപിൽ നിൽക്കുന്നതിനും അങ്ങയെ പരിചരിക്കുന്നതിനും അർഹരാക്കി തീർത്തതിന് ഞങ്ങൾ നന്ദി പറഞ്ഞുകൊണ്ട് ജീവൻ്റെ അപ്പവും രക്ഷയുടെ പാനപാത്രവും ഞങ്ങൾ അങ്ങേക്ക് അർപ്പിക്കുന്നു. ദൈവത്തിന് നന്ദി പറയാം. ക്രിസ്തുവിൻ്റെ ശരീരത്തിലും രക്തത്തിലും പങ്കുചേരുന്ന ഞങ്ങളെ പരിശുദ്ധാത്മാവിൽ ഒന്നായി ചേർക്കണമെന്ന് താഴ്മയോടെ ഞങ്ങൾ അപേക്ഷിക്കുന്നു. വേദനിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. തുടർന്ന് തിരുസഭയ്ക്ക് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്. കർത്താവെ, ലോകമെങ്ങും വ്യാപിച്ചു കിടക്കുന്ന അങ്ങേ സഭയെ ഓർക്കണമേ. ഞങ്ങളുടെ ഫ്രാൻസിസ് പാപ്പായോടും
ഞങ്ങളുടെ രൂപതാധ്യക്ഷനായ ജോസഫ് മെത്രാനോടും വൈദിക ഗണത്തോടും സഹോദരി സഹോദരന്മാരോടുമൊത്ത് സഭയെ അങ്ങ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയിലെത്തിക്കണമേ. മരിച്ചുപോയവരെ മനസ്സിലോർക്കാം. ഉയിർപ്പിൻ്റെ പ്രത്യാശയോടെ നിദ്രകൊള്ളുന്ന ഞങ്ങളുടെ മാതാപിതാക്കളെയും ബന്ധുമിത്രാദികളെയും ഉപകാരികളെയും ഗുണകാംക്ഷികളെയും ആരും പേരുമില്ലാതെ മരിച്ചവരെയും ഇന്നേ ദിവസം മരണമടഞ്ഞവരെയും അങ്ങ് ഓർക്കുകയും അങ്ങേ മുഖത്തിൻ്റെ പ്രകാശത്തിലേക്ക് അവരെ സ്വീകരിക്കുകയും ചെയ്യണമേ. നിങ്ങളുടെ വ്യക്തിപരമായ ആവശ്യം സമർപ്പിക്കുവാനുള്ള നിമിഷമാണ്. ഈ എളിയദാസരായ ഞങ്ങളെയും കടാക്ഷിക്കണമേ. ദൈവമാതാവായ പരിശുദ്ധ കന്യകാ മറിയത്തോടും യൗസേപ്പ് പിതാവിനോടും സ്വർഗീയ മധ്യസ്ഥനായ വിശുദ്ധ പത്രോസിനോടും അനുഗ്രഹീതരായ അപ്പോസ്തലന്മാരോടും കാലാകാലങ്ങളിൽ അങ്ങയെ പ്രസാദിപ്പിച്ച സകല വിശുദ്ധരോടുമൊത്ത് നിത്യജീവനിൽ പങ്കുചേരുവാൻ ഞങ്ങൾ അർഹരാക്കുകയും അങ്ങേ പുത്രനായ യേശുക്രിസ്തു വഴി ഞങ്ങളങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുമാറാകട്ടെ. കരങ്ങൾ കൂപ്പി ത്രിത്വൈക ദൈവത്തെ ആരാധിച്ച് പാടി സ്തുതിക്കാം. ക്രിസ്തുവിലൂടെ, ക്രിസ്തുവിനോടുകൂടെ, ക്രിസ്തുവിൽ തന്നെ സർവശക്തനായ ദൈവവും പിതാവുമായ അങ്ങേക്ക് പരിശുദ്ധാത്മാവുമായുള്ള ഐക്യത്തിൽ എല്ലാ ബഹുമതിയും മഹത്വവും എന്നും എന്നേക്കും രക്ഷാകരമായ കൽപ്പനകളാൽ ഉത്ബോധിതരായും ദിവ്യോപദേശത്താൽ രൂപവൽകൃതരായും നിർഭയം നമുക്കേറ്റു ചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ. അങ്ങേ രാജ്യം വരണമേ. അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നന്ന് വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. വാത്സല്യമുള്ളവരെ, കുർബാനയിലെ പ്രെയർ ഓഫ് ഡെലിവറൻസ് മുക്തിപ്രാർത്ഥന സൗഖ്യപ്രാർത്ഥനയാണ്. ലോകത്തെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുന്ന മഹാമാരിയിൽ നിന്നും വിടുതൽ ലഭിക്കുവാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ നിങ്ങൾ എവിടെയായിരുന്നാലും ശിരസ് നമിച്ച് ഈ വിടുതൽ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളാം. കർത്താവേ, എല്ലാ തിന്മകളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും ഞങ്ങളെ മോചിപ്പിക്കണമേ. ഞങ്ങളുടെ ദിനങ്ങളിൽ സമാധാനം കനിവാർന്ന് നൽകണമേ. അനുഗ്രഹപൂർണമായ പ്രത്യാശയും ഞങ്ങളുടെ രക്ഷകനായ യേശുക്രിസ്തുവിൻ്റെ ആഗമനവും പ്രതീക്ഷിച്ചുകൊണ്ട് അങ്ങേ കരുണയുടെ സഹായത്താൽ ശക്തി പ്രാപിച്ച് സുഖം പ്രാപിച്ച് ഞങ്ങളെപ്പോഴും പാപത്തിൽ നിന്നും രോഗത്തിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പകർച്ചവ്യാധികളിൽ നിന്നും സുരക്ഷിതരാകുകയും ചെയ്യുമാറാകട്ടെ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. കരം നെഞ്ചോട് ചേർത്ത് വെച്ച് ലോകസമാധാനത്തിനു വേണ്ടി, കുടുംബ സമാധാനത്തിനു വേണ്ടി, സമൃദ്ധിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സമാധാനം ഞാൻ നിങ്ങൾക്ക് നൽകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് ഞാൻ തരുന്നുവെന്ന് അപ്പോസ്തലന്മാരോട് അരുൾ ചെയ്ത കർത്താവായ യേശുക്രിസ്തുവേ, ഞങ്ങളുടെ പാപങ്ങളല്ല അങ്ങേ സഭയുടെ വിശ്വാസം തൃക്കൺ പാർത്ത് അങ്ങേ തിരുവുള്ളമനുസരിച്ച് തിരുസഭയ്ക്കും ഞങ്ങളുടെ കുടുംബത്തിലും സമാധാനവും സംരക്ഷണവും സൗഖ്യവും ഐക്യവും നൽകാൻ കനിയണമേ. എന്നെന്നും ജീവിക്കുകയും വാഴുകയും ചെയ്യുന്ന അങ്ങ് ഈ പ്രാർത്ഥന കേട്ടരുളേണമേ. ആമേൻ. കർത്താവിൻ്റെ അനുഗ്രഹവും സമാധാനവും നിങ്ങളോട് കൂടെ എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. വളരെ സ്നേഹത്തോടെ നമുക്ക് പരസ്പരം സമാധാനം ആശംസിക്കാം. യേശുവിൻ്റെ സമാധാനം. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ നീ കനിയണമേ. ലോകത്തിൻ പാപങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങളിൽ കനിയണമേ.
ലോകത്തിൻ പാവങ്ങൾ നീക്കിടും ദൈവത്തിൻ കുഞ്ഞാടേ, ഞങ്ങൾക്കു ശാന്തി നൽകണമേ. ഇതാ ദൈവത്തിൻ്റെ കുഞ്ഞാട്, ലോകത്തിൻ്റെ പാപങ്ങൾ നീക്കുന്ന യേശുനാഥൻ. കുഞ്ഞാടിൻ്റെ വിരുന്നിന് ക്ഷണിക്കപ്പെട്ടിരിക്കുന്നവർ അനുഗ്രഹീതർ. കർത്താവേ, അങ്ങയുടെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല. അങ്ങൊരു വാക്കുച്ചരിച്ചാൽ മാത്രം മതി, എൻ്റെ ആത്മാവ് സുഖം പ്രാപിക്കും. ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവും എന്നെ നിത്യജീവിതത്തിനായി സംരക്ഷിക്കട്ടെ. ആമേൻ. അരൂപിയിലുള്ള ദിവ്യകാരുണ്യ സ്വീകരണ പ്രാർത്ഥന. ഓ എൻ്റെ ഈശോയെ, അങ്ങ് വിശുദ്ധ കുർബാനയിൽ സത്യമായും എഴുന്നള്ളിയിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ വസ്തുക്കളെയും കാൾ ഞാൻ അങ്ങയെ സ്നേഹിക്കുകയും എൻ്റെ ആത്മാവിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ദിവ്യകൂദാശയിൽ അങ്ങയെ സ്വീകരിക്കുവാൻ ഇപ്പോൾ എനിക്ക് സാധ്യമല്ലാത്തതിനാൽ അരൂപിയിൽ എൻ്റെ ഹൃദയത്തിലേക്ക് അങ്ങ് എഴുന്നള്ളി വരണമേ. അങ്ങ് എന്നിൽ സന്നിഹിതനാണെന്ന് വിശ്വസിച്ച് ഞാൻ അങ്ങയെ ആശ്ലേഷിക്കുകയും എന്നെ അങ്ങയോട് പൂർണ്ണമായി ഐക്യപ്പെടുത്തുവാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. ഒരിക്കലും അങ്ങയിൽ നിന്നും അകലുവാൻ എന്നെ അനുവദിക്കരുതേ. ആമേൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, കൂദാശയുടെ ശക്തി വഴി വിശുദ്ധ മാർട്ടിൻ്റെ പോറസിൻ്റെ മാതൃകയാൽ അങ്ങേ സ്നേഹത്തിൽ ഞങ്ങളെ നിരന്തരം നയിക്കുകയും ഞങ്ങളിൽ അങ്ങ് ആരംഭിച്ചിരിക്കുന്ന സൽക്കർമ്മം യേശു ക്രിസ്തുവിൻ്റെ ദിവസം വരെ പൂർത്തീകരിക്കുകയും ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടരുളേണമേ. കർത്താവ് നിങ്ങളോടുകൂടെ, അങ്ങേ ആത്മാവോടും കൂടെ. സർവശക്തനായ ദൈവം പിതാവും പുത്രനും പരിശുദ്ധാത്മാവും നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ദിവ്യപൂജ സമാപിച്ചു. ദൈവത്തിനു നന്ദി. നന്മനേരുമമ്മ വിണ്ണിൻ രാജകന്യാ, ധന്യാ സർവവന്യാ, വീരൂപമാതാ, കണ്ണീരുണ്ണിയാകും ഉണ്ണീശുതൻ